നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2026 MBBS, BDS, BSc നഴ്സിംഗ് ഈ 3 കോഴ്സുകൾ നമുക്ക് കർണാടക സ്റ്റേറ്റിൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളിൽ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ്. അപ്പം പ്രത്യേകം മനസ്സിലാക്കുക, നമുക്ക് കർണാടകത്തിലെ ഗവൺമെൻറ് സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. MBBS ആണെങ്കിലും BDS ആണെങ്കിലും. ഇപ്പം നാം സംസാരിക്കുന്നത് കർണാടകത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 3 കോഴ്സുകൾ MBBS, BDS, BSc നഴ്സിംഗ് ഈ 3 കോഴ്സുകളുടെ കർണാടകത്തിലെ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമ്മുടെ അതർ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾ, അത് കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് മാത്രമല്ല കർണാടകത്തിന് പുറത്തുള്ള ഏത് സ്റ്റേറ്റിലെയും വിദ്യാർത്ഥികൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് CETonline.karnataka.gov.in എന്ന വെബ്സൈറ്റിലൂടെ ജാനുവരി 17 മുതൽ ഫെബ്രുവരി 16 ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. കർണാടകത്തിലെ 20 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 15% സീറ്റിലേക്ക് മാത്രമാണ് അതർ സ്റ്റേറ്റിലെ, അതായത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പോലും എലിജിബിലിറ്റി ഉള്ളത്. ഈ സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ നാം ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്താൽ കർണാടകത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസുകൾ എന്ന് പറയുന്നത് 12 ലക്ഷം, 16 lakhs, 18 lakhs, 20 lakhs ഇതേപോലെ ഓരോ കോളേജുകളിലും ഡിഫറൻറ്റ് സ്കെയിലിലാണ് ഫീസുകൾ വരിക. ഇനി അതാത് കോളേജുകളിൽ തന്നെ NRI സീറ്റുകളുണ്ട്. NRI സീറ്റുകളിലും അതിലും ഉയർന്ന ഫീസാണ് വരുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 15% സീറ്റിലേക്കും NRI സീറ്റിലേക്കുമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ഈ കോമൺ ആയിട്ട് വരുന്ന എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഇതാണ് ഫീസെങ്കിൽ, നമുക്കറിയാം കേരളത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഫീസുകൾ എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും. ഒരു മെറിറ്റ് ഉള്ളൊരു കുട്ടിക്ക് പോലും കേരളത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഈ 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ ഫീസ് കൊടുത്താൽ മാത്രമാണ് പഠിക്കാൻ പറ്റുക. പകരം കർണാടകത്തിലേക്കൊന്ന് നോക്കിയാൽ കർണാടകത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കർണാടക സ്റ്റേറ്റിലുള്ള എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് 1.5 ലക്ഷം രൂപ മാത്രമാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസ് ഉള്ളത്. അതർ സ്റ്റേറ്റിലെ കുട്ടികളിൽ നിന്ന് മാത്രമാണ് അവർ ഉയർന്ന ഫീസായ 12 ലക്ഷവും 14 ലക്ഷവും 16 ലക്ഷവും ഒക്കെ വാങ്ങുന്നത്. അപ്പം നമുക്ക് ഇവിടെ കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് പഠിക്കാം. അതുകൂടാതെ അതർ സ്റ്റേറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് കർണാടകത്തിൻ്റെയാണ്. ഇതുപോലെ തെലങ്കാനയുടെയും തമിഴ്നാടിൻ്റെയും മറ്റുള്ള ഓരോ സ്റ്റേറ്റിലും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. ഇനി അവിടെ തന്നെ കർണാടകത്തിൽ തന്നെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിൻ്റെ പേരാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. ഈ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 53 സീറ്റുകൾ റോമൻ കാത്തോലിക് വിദ്യാർത്ഥികൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ഇതിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിലും നമ്മൾ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇതിനോടൊപ്പം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ 10 സീറ്റുകൾ ഓപ്പൺ കാറ്റഗറിയിലുള്ളതാണ്. അവിടെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കോ ഈഴവ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കോ ഒരു കമ്മ്യൂണിറ്റി നോക്കാതെ എല്ലാവർക്കും ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെൻറ്റ് ജോൺസിൽ 10 സീറ്റുകളുണ്ട്. 53 സീറ്റ് റോമൻ കാത്തലിക് റിസർവേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ക്യാമ്പസിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 8,30,000 രൂപയാണ്. അപ്പോൾ കർണാടകത്തിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ആവട്ടെ, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൻ്റെ കാറ്റഗറിയിൽ വരുന്ന സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജോ ഫാദർ മുല്ലേഴ്സ് മെഡിക്കൽ കോളേജോ ടോട്ടൽ വരുന്ന 20 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ നമുക്കൊരു MBBS കോഴ്സിന് ഇതുപോലൊപ്പം തന്നെ വരുന്ന ബാക്കി BDS കോഴ്സുകൾക്ക്, BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടുക? MBBSനും BDSനും അഡ്മിഷൻ കിട്ടുന്നത് നീറ്റിൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ജനുവരി 17 മുതൽ ഫെബ്രുവരി 16 ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് തുടങ്ങുന്ന സമയത്ത് നീറ്റിൻ്റെ സ്കോറ്, നമ്മൾ നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത് നീറ്റ് എക്സാമിനേഷൻ എഴുതി നീറ്റിന് സ്കോർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
കർണാടകത്തിൻ്റെ വെബ്സൈറ്റിൽ ആ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് കർണാടകത്തിൽ MBBSൻ്റെയും BDSൻ്റെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 15% സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുക. അങ്ങനെയാണെങ്കിൽ കർണാടകത്തിലെ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഏപ്രിൽ 23-നും 24-നും നടക്കുന്ന കർണാടകത്തിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ എഴുതണം. ആ 2 ദിവസത്തെ എക്സാമിനേഷൻ, 23-ന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയുടെ എക്സാമിനേഷനും 24-ന് ബയോളജി എക്സാമിനേഷനുമാണ്. ഓരോ സബ്ജക്റ്റിനും 60 ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസറായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 60 ക്വസ്റ്റ്യൻസ് വീതമുള്ള 2 ദിവസമായിട്ട് നടക്കുന്ന എക്സാമിനേഷൻ. വിദ്യാർത്ഥികൾ കർണാടകത്തിൽ തന്നെ ചെന്ന് എക്സാമിനേഷൻ എഴുതണം. 23-ന് അവിടെ ചെന്നാൽ അവിടെ സ്റ്റേ ചെയ്ത് 24-ന്റെ എക്സാമിനേഷൻ എഴുതി മടങ്ങിപ്പോരാം. ഇനി കർണാടകത്തിൽ തന്നെ ഗവൺമെൻറ് സീറ്റുകളിലുള്ള 24 മെഡിക്കൽ കോളേജുകളിൽ കേരളത്തില് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലുള്ള വിദ്യാർത്ഥികൾക്ക് 25% ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാനും എലിജിബിലിറ്റി ഉണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർണാടകത്തിലെ ഈ ഹൊസ്ദുർഗ് താലൂക്കിൽ വരുന്ന വിദ്യാർത്ഥികൾ ഏപ്രിൽ 4-ാം തീയതി നടക്കുന്ന ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ആ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി അതിൽ എലിജിബിലിറ്റി ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കർണാടകത്തിലെ ഗവൺമെൻറ് സീറ്റുകളുടെ 24 ഗവൺമെൻറ് MBBS മെഡിക്കൽ കോളേജുകളുടെ 25% സീറ്റിലേക്ക് എലിജിബിലിറ്റി ലഭിക്കും. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ അത് ഹൊസ്ദുർഗ് താലൂക്കിലുള്ളവർക്ക് 25% സീറ്റ്. ഇനി ബാക്കിയുള്ള 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ കേരള സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നത്? അത് നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുത്തിട്ട് കർണാടകത്തിലെ 15% സീറ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ കർണാടകത്തിലെ അഡ്മിഷൻ പ്രൊസീജിയറിൽ നമുക്ക് പങ്കെടുക്കാൻ ഉള്ള എലിജിബിലിറ്റി ലഭിക്കാൻ നമ്മളിപ്പോൾ കർണാടകത്തിലെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാം. അപ്പോൾ ഇനി കർണാടകത്തിലെ ഗവൺമെൻറ്റിലെ 15% സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ നീറ്റ് എക്സാമിനേഷൻ ആണല്ലോ എഴുതുന്നത്. അങ്ങനെ നീറ്റ് എക്സാം എഴുതുന്ന എനിക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അവിടുത്തെ ഗവൺമെൻറ് സീറ്റുകളിൽ 15% ഓൾ ഇന്ത്യ കോട്ടായിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട. നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി സ്കോർ വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് അവിടെ കർണാടകത്തിൽ ഏതൊക്കെ കോളേജിലാണോ അഡ്മിഷൻ വേണ്ടത് അതിന് നമ്മൾ ഓൺലൈൻ ചോയ്സ് ഫില്ല് ചെയ്താൽ മതി. ഇപ്പം ചെയ്യേണ്ടത് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന കാസർഗോഡിലെ ഹോസ്ദുർഗ് താലൂക്കിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ MBBSൻ്റെയും BDSൻ്റെയും BSc നഴ്സിംഗിൻ്റെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ 15% സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുമാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതിനൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നല്ല മാർക്കുകൾ സ്കോർ ചെയ്താൽ നമുക്ക് നീറ്റ് എക്സാമിനേഷൻ വഴി തന്നെ കേരളത്തിലും ഓൾ ഇന്ത്യ വൈസും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നാൽ നമുക്കൊരു ചാൻസ് എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വെക്കുന്നത് ഫ്യൂച്ചറിലെ ഒരു അഡ്മിഷൻ നമുക്ക് പോവാതിരിക്കാൻ ഹെൽപ്പാവും. അപ്പം അതുകൊണ്ട് ഇപ്പം ചിലപ്പോൾ പഠിക്കുന്ന സമയത്തല്ല നമുക്കെല്ലാം കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എനിക്ക് കർണാടകത്തിലെ സീറ്റ് വേണ്ട, തമിഴ്നാട്ടിലെ സീറ്റ് വേണ്ട, തെലങ്കാനയിലെ സീറ്റ് വേണ്ട, മഹാരാഷ്ട്രയിലെ സീറ്റ് വേണ്ട, എനിക്ക് ഡൽഹിയിലെ സീറ്റ് വേണ്ട എന്നൊക്കെ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ടാവും. ഇൻ കേസ് നീറ്റ് എക്സാമിനേഷൻ എഴുതി നമ്മുടെ മാർക്ക് ഒരല്പം കുറഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് കിട്ടണമെന്ന് പിന്നീട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ആപ്ലിക്കേഷൻ കൊടുത്തിടണം. അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടോ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കൃത്യമായി നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയറിലൂടെ പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇതിനോടൊപ്പം നമ്മൾ വെറുതെ ആപ്ലിക്കേഷൻ കൊടുത്താൽ പോരാ, നന്നായി പഠിക്കണം. ആൽഫ അക്കാഡമിയുടെയും ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെയും ആലപ്പുഴ ക്യാമ്പസിലോ കോട്ടക്കൽ ക്യാമ്പസിലോ 2026 എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. ഓൺലൈനായോ ഓഫ്ലൈനായോ പഠിക്കാം. ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം. ഏറ്റവും നല്ല കെയറോടുകൂടി പഠിച്ച് ഏറ്റവും നല്ല വിജയം നേടാൻ മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ നടത്തി നിങ്ങളുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് വിജയത്തിൽ എത്തിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നന്നായി പഠിക്കുക, മിടുക്കരാകുക. ഓൾ ദ ബെസ്റ്റ്.